2025 ആകാൻ ഇനി ഒരു മാസം കൂടിയില്ല. ഇപ്പോഴും ഒരുപാട് പേർക്ക് കുറച്ചെങ്കിലും അട്രാക്റ്റീവ് ആകാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കേടാണ് ഞാൻ പറയുന്നത്. ഹൗ ടു ബിക്കം അട്രാക്റ്റീവ് ഇൻ 2025. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ 5 ഔട്ട് ഓഫ് 10 ആണെങ്കിൽ അതിനെ 7 ഔട്ട് ഓഫ് 10 ഓർ 9 ഔട്ട് ഓഫ് 10 വരെ എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക. ഒരു 5K ലൈക്കാണ് ഈ ഒരു വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഹൗ ടു ബിക്കം അട്രാക്റ്റീവ് എന്നുള്ളതിന് 4 പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ പറയാൻ പോകുന്ന 4 പാർട്ടുകൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേക്കുക. ഒന്നാമത്തെ പാർട്ടാണ് ഫേസ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തേക്കുക. ഒന്നാമതായിട്ട് സ്റ്റാർട്ട് മീവിംഗ് ഫോർ ജോലൈൻ ഡെഫിനിഷൻ. മീവിംഗ് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചെയ്യുന്നില്ല. പക്ഷേ മീവിംഗ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയ ഒന്നാണ്. നമ്മുടെ ജോലൈൻ്റെ ഡെഫിനിഷൻ കൂട്ടാനും ഡബിൾ ചിഹ്നം മാറ്റാനും ഫേസ് കൂടുതൽ സ്ട്രെച്ചേഡ് ആവാനും മീവിംഗ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മീവിംഗ് ചെയ്തു തുടങ്ങുക. രണ്ടാമതായിട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് മറ്റൊന്നുമല്ല, വെള്ളം നല്ലതുപോലെ കുടിക്കുക. സ്കിന്ന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും പ്രോപ്പറായി വെള്ളം കുടിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഡ്രിങ്ക് മോർ വാട്ടർ. മൂന്നാമതായിട്ട് സ്റ്റാർട്ട് എ സ്കിൻ കെയർ റൊട്ടീൻ. ഇപ്പോഴും ഒരുപാട് പേര് സോപ്പ് മാത്രം യൂസ് ചെയ്ത് സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് ഒന്നും ഇല്ല എങ്കിൽ കീപ് ഗോയിങ്. ഇനി അതല്ല, സ്കിൻ ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റൊട്ടീൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. നാലാമതായിട്ട് ചെയ്യേണ്ടത് സ്മൈൽ ഓഫ് ടൈം. അതായത് എപ്പോഴും സ്മൈൽ കൂടെ കൊണ്ട് നടക്കുക. സാഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിലും സ്മൈൽ ചെയ്യുക. ഇതിലൂടെ ഫേസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഫേസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളും 2025 മുമ്പ് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങുക. ആൻഡ് സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ബോഡി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ്സുകൾ ഫോളോ ചെയ്തേക്കുക. ഒന്നാമതായിട്ട് വർക്കൗട്ട്. വീക്ക്ലി 3 to 4 ടൈംസ് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയായിരിക്കും. രണ്ടാമതായിട്ട് മെയിൻറ്റെയിൻ ഹെയർ ആൻഡ് ഗ്രൂമിങ്. ഹെയർ കെയർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഒരു ദിവസം ഇടവിട്ട് തലയിൽ ഓയിൽ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുക. അതുപോലെ ഡെയിലി കുറച്ച് നേരം സ്കാൽപ്പ് മസാജിങ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ റൊട്ടീനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ ഹെയർ കട്ടും ചെയ്യാവുന്നതാണ്. ആൻഡ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഡ്രസ് ഫീൽ കോൺഫിഡൻറ്റ്. നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്യാൻ പഠിക്കുക. അതായത് ഒരുപാട് അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നല്ല, പകരം നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് കണ്ടെത്തി അത് നല്ലതുപോലെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലൂടെ കൂടുതൽ അട്രാക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഡ്രസ്സിംഗ് രീതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സിംഗ് ചെയ്യാൻ പഠിക്കുക. ആൻഡ് നാലാമതായിട്ട് ഫോക്കസ് ഓൺ ന്യൂട്രീഷൻ. ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു ക്ലീൻ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. ഇതിലൂടെ നമ്മുടെ ഹെൽത്തിനെയും ബോഡിയെയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളും ബോഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. ആൻഡ് മൂന്നാമത്തെ പാർട്ട് എന്നുള്ളത് ഹൈജീൻ ആണ്. നല്ലൊരു ഹൈജീന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തേക്കുക. ഒന്നാമതായിട്ട് ഷവർ ഡെയിലി. ഇപ്പോഴും ഡെയിലി കുളിക്കാത്തവരുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒഴിവാക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഷവറിങ് ചെയ്യുക. ആൻഡ് രണ്ടാമതായിട്ട് യൂസ് എ നൈസ് ഫ്രാഗ്രൻസ്. സ്മെല്ല് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നല്ലതുപോലെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് സ്മെൽ ഗുഡ് ആയിട്ടുള്ള പെർഫ്യൂംസുകൾ യൂസ് ചെയ്ത് തുടങ്ങുക. ഇത് നമ്മളെ അട്രാക്റ്റീവ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് മൂന്നാമതായിട്ട് ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ക്ലീൻ ടങ്. എല്ലാവരും ഡെയിലി പല്ല് തേക്കും, പക്ഷെ ഒരു തവണ മാത്രം, അതായത് രാവിലെ മാത്രം ബ്രഷ് ചെയ്യാതെ ഉറങ്ങുന്നതിന് മുമ്പും കൂടി ബ്രഷ് ചെയ്യുക. ഇതുവഴി ടീത്ത് കൂടുതൽ വൈറ്റ് ആകാനും ആൻഡ് അട്രാക്റ്റീവ് ആകാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടങ് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. പ്രോപ്പറായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് പ്രോപ്പറായി ടങ് ക്ലീൻ ചെയ്യുക. ഡെയിലി 2 ടൈംസ് ബ്രഷിംഗ് ചെയ്യുക. ആൻഡ് നാലാമതായിട്ട് കീപ് നെയിൽസ് ആൻഡ് ക്ലീൻ ട്രിമ്മഡ്. കാലിലെയും കയ്യിലെയും നഖം വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിൽ ഇപ്പോൾ തന്നെ അത് അവോയ്ഡ് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണ കയ്യിലെയും കാലിലെയും നഖം പ്രോപ്പറായി ട്രിം ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ഹൈജീനിൽ ഫോളോ ചെയ്യേണ്ടത്. ഇതിലൂടെ കൂടുതൽ അട്രാക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി അവസാനത്തെ പാർട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഒന്നാമതായിട്ട് ഡിസ്റ്റൻസ് ഫ്രം ടോക്സിക് പീപ്പിൾ. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറുക. ആൻഡ് അവസാനമായിട്ട് ഓപ്പൺ മൈൻഡ്. എല്ലാവരോടും ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കുക. ഇതിലൂടെ ഒരു സമാധാനമായ മനസ്സുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2025 അട്രാക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. ഫേസ്, ബോഡി, ഹൈജീൻ, പേഴ്സണാലിറ്റി, ഈ 4 കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. 100% നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതുപോലത്തെ മോർ മെൻസ് ഗ്ലോപ്പിന്റെ വീഡിയോസിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു മെൻസ് ഗ്ലോപ്പിന്റെ വീഡിയോ ആയിട്ട് കാണാം.